നമസ്കാരം. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ വൻ തോൽവിയുടെ പശ്ചാത്തലത്തിൽ CPM സംസ്ഥാന സമിതി യോഗത്തിൽ പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ കടുത്ത വിമർശനം. അടിമുടി തിരുത്തൽ വേണം എന്ന ആവശ്യമാണ് യോഗത്തിൽ ഉയർന്നത്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം നടന്ന സംസ്ഥാന സമിതി യോഗത്തിലാണ് പിണറായിക്കും ഗോവിന്ദനുമെതിരെ കടുത്ത വിമർശനം വന്നത്. മുതിർന്ന ഒരു നേതാവ് കടുത്ത വിമർശനമാണ് ഭരണത്തിനും മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനുമെതിരെ നടത്തിയത്. ഇത് പകുതിയായപ്പോഴേക്കും ക്ഷുഭിതനായ പിണറായി മറുപടി പറയാൻ എഴുന്നേറ്റു. ഇതോടെ കണ്ണൂരിൽ നിന്നുള്ള ഒരു മുതിർന്ന നേതാവ് ഇടപെട്ടു. സഖാവേ ഇരിക്കണം, ആ പ്രസംഗം മുഴുവൻ കഴിയട്ടെ എന്നാണ് പറഞ്ഞത്. ഇതോടെ പിണറായി ഇരിപ്പിടത്തിൽ തന്നെ തുടർന്നു. പിണറായിക്കും ഗോവിന്ദനും എതിരെയാണ് യോഗത്തിൽ വിമർശനം കൂടുതലും ഉയർന്നത്. സംസ്ഥാന സമിതി അംഗങ്ങളിൽ പലരും പൊട്ടിത്തെറിച്ച രീതിയിലാണ് സംസാരിച്ചത്. തളിപ്പറമ്പിൽ ഗോവിന്ദന്റെ ഭാര്യ ശ്യാമളയ്ക്ക് സീറ്റ് കൊടുത്തതിനെ യോഗത്തിൽ ആരും അനുകൂലിച്ചില്ല. കണ്ണൂരെ പൊട്ടിത്തെറിക്ക് കാരണമായതും TK ഗോവിന്ദൻ പാർട്ടി വിടാൻ ഇടയാക്കിയതും പാർട്ടിക്ക് സംഭവിച്ച പിഴവാണെന്നാണ് ചൂണ്ടിക്കാട്ടപ്പെട്ടത്. ഇതെല്ലാം അടക്കം മൂർച്ചയുള്ള വിമർശനമാണ് യോഗത്തിൽ ഉയർന്നത്. പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തു നിന്നും MV ഗോവിന്ദൻ ഒഴിയണം എന്ന് പോലും ചിലർ ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ആവശ്യത്തിന് യോഗത്തിൽ പിന്തുണ ലഭിച്ചില്ല. അതേസമയം പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ തന്നെ തെരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കടുത്ത തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ നിയമസഭയിൽ പാർട്ടിയെയും മുന്നണിയെയും നയിക്കാൻ ശക്തനായ നേതാവ് തന്നെ വേണം എന്ന തീരുമാനത്തെ തുടർന്നാണ് പിണറായിയെ തന്നെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്തത്. PB അംഗവും മുതിർന്ന നേതാവുമായ പിണറായി വിജയൻ സഭയിലുള്ളപ്പോൾ മറ്റുള്ളവരെ പരിഗണിക്കേണ്ടെന്നും യോഗത്തിൽ തീരുമാനമായിരുന്നു. മുഖ്യമന്ത്രിയായി സതീശൻ തന്നെ എത്തിയതോടെ VD സതീശനും പിണറായി വിജയനും തമ്മിൽ നിയമസഭയിൽ നേർക്കുനേർ ഏറ്റുമുട്ടലിനാണ് ഇപ്പോൾ വഴി തെളിഞ്ഞത്. ആദ്യമായാണ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുന്നത്. പാർട്ടി സെക്രട്ടറി ആയിരിക്കെയാണ് 2016 LDF വിജയത്തെ തുടർന്ന് പിണറായി നേരെ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തിയത്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്ത് ആര് വരും എന്ന കാര്യത്തിൽ ഇതുവരെ ധാരണയായിട്ടില്ല. CPM-ൽ നിന്നും KN ബാലഗോപാലനാണ് ഉപനേതാവാകാൻ സാധ്യത. പക്ഷേ CPI ഉപനേതൃസ്ഥാനത്തിന് ആവശ്യമുന്നയിച്ചിട്ടുമുണ്ട്. ഈ കാര്യത്തിൽ ഇനി തീരുമാനം വരേണ്ടി വരും.